കേരളത്തിന് പുറത്ത് ഇതര സംസ്ഥാനങ്ങളിലും വിദേശത്തുമായി ലക്ഷക്കണക്കിന് മലയാളികളാണ് തൊഴിലെടുക്കുന്നത്. അവർ അവിടെ നിന്ന് ഈ സംസ്ഥാനത്തേക്ക് അയക്കുന്ന പണം വലിയ തോതിൽ നമുക്ക് അനുഗ്രഹമാണ് എന്നതും എല്ലാവർക്കും അറിയാം. എന്നാൽ സ്വന്തം ചോറിൽ മണ്ണ് വാരിയിടുന്ന പ്രവൃത്തി നമ്മൾ തന്നെ ചെയ്താലോ? അത്തരത്തിലൊന്നാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാര്യം ഞാൻ വിശദമാക്കാം. ബംഗളൂരുവിലെ യലഹങ്ക എന്ന് പറയുന്ന പ്രദേശത്തിന് 3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കോളനി കർണാടക സർക്കാർ ഒഴിപ്പിച്ചു. ആ കോളനിയുടെ പേര് ഫക്കീർ കോളനി എന്നാണ്. അവിടെ 100 കണക്കിന് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. ആ കോളനി ഒഴിപ്പിച്ച് അവിടുത്തെ നിർമ്മാണങ്ങൾ, അതായത് അവിടുത്തെ നിർമ്മിതികൾ മുഴുവനും ഇടിച്ചു നിരത്തി. ഫക്കീർ കോളനി എന്ന പേര് കേട്ടതും കേരളത്തിലെ CPM നേതാക്കൾ ഒന്നടങ്കം ചാടി വീണു. എന്തിനു പറയുന്നു? കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ മുൻപിൻ ആലോചിക്കാതെ കോൺഗ്രസിന്റെ ബുൾഡോസർ രാജ്, ഉത്തരേന്ത്യയിൽ BJP നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജിനെ ഇതാ ദക്ഷിണേന്ത്യയിലേക്കും ദക്ഷിണ ഭാരതത്തിലേക്കും എത്തിച്ചിരിക്കുന്നു. അതിന്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ആണെന്നും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വെച്ച് കാച്ചി. അദ്ദേഹം ഒന്ന് ആലോചിക്കണം. ലക്ഷക്കണക്കിന് മലയാളികളാണ് ബംഗളൂരുവിൽ ജോലിയെടുക്കുന്നത്. നിങ്ങൾ അവരുടെ ഭാവി കൊണ്ടാണ് പന്താടിയത് എന്ന സത്യം ഇനിയെങ്കിലും തിരിച്ചറിയണം. അങ്ങ് ഒരു മുഖ്യമന്ത്രിയുടെ കസേരയിലാണ് ഇരിക്കുന്നതെന്നുള്ള ഓർമ്മ വേണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം ആ പദവിയെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അത് നമ്മുടെ ഭരണഘടന കൽപ്പിച്ചിരിക്കുന്ന പദവിയാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ആ പദവിയോടും അങ്ങയുടെ ആ മുഖ്യമന്ത്രി പദവിയോടും വലിയ ബഹുമാനമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ യലഹങ്കയ്ക്ക് സമീപമുള്ള ഈ ഫക്കീർ കോളനി കാലങ്ങളായിട്ട് കയ്യേറി പാർക്കുകയാണ്. ചില ആൾക്കാർ 5ഉം 10ഉം വാങ്ങിക്കൊണ്ട് പലർക്കായിട്ട് വിറ്റ ഭൂമി, ആ ഭൂമി ഈ പറഞ്ഞതുപോലെ ഒരു രേഖകളുമില്ലാത്ത സർക്കാർ ഭൂമി തന്റെ വകയാണ് എന്ന് പറഞ്ഞ് വ്യാജ രേഖകൾ ഉണ്ടാക്കി വിറ്റു. പലരും നിസ്സാര തുകകൾ കൊടുത്തത് വാങ്ങി അവിടെ പല രീതിയിലുള്ള നിർമ്മാണങ്ങൾ നടത്തി ജീവിക്കുകയാണ്. ചിലർ ഈ പറയുന്നത് പോലെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഈ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ചിലർ കുറച്ചുകൂടെ പണം ചെലവാക്കി വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് അത് ഒഴിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 1 വർഷം മുമ്പ് അത് ഒഴിപ്പിക്കാനുള്ള തീരുമാനമാവുകയും നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. കഴിഞ്ഞയാഴ്ച ഈ അവിടെ താമസിച്ചിരുന്ന ആൾക്കാർക്കെല്ലാം നോട്ടീസ് കൊടുത്തു. അവരോട് മാറാൻ നിരവധി തവണ ആവശ്യപ്പെട്ടു. ചിലരൊക്കെ മാറി, ചിലർ മാറിയില്ല. ഒടുവിൽ കഴിഞ്ഞയാഴ്ച അങ്ങോട്ടുള്ള വൈദ്യുതി ബന്ധം സർക്കാർ വിച്ഛേദിച്ചു. ഒരാഴ്ചയായിട്ട് ആ കോളനിയിൽ വൈദ്യുതി കിട്ടുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോയതോടുകൂടി ആ കെട്ടിടങ്ങളെല്ലാം സർക്കാർ തന്നെ നേരിട്ട് ആൾക്കാരെ ഉപയോഗിച്ച്, ജോലിക്കാരെ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. ഇതിനെയാണ് ബുൾഡോസർ രാജ്, ഉത്തരേന്ത്യയിലെ UP-യിലെ മഹാരാഷ്ട്രയിലെ ഗുജറാത്തിലെ ബുൾഡോസർ രാജ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ രംഗത്ത് വന്നിട്ടുണ്ട്. അവിടെയാണ് അപകടം. കാരണം നമുക്കറിയാം, ഈ കന്നഡികർ ഭാഷാപരമായി വലിയ വികാരം പുലർത്തുന്ന ആൾക്കാരാണ്. തമിഴ് ജനത പോലെ തന്നെയാണ് അവർ. അവരുടെ പ്രാദേശികവാദം അത്ര ചെറുതായിട്ട് കാണരുത്. അവർ വലിയ അപകടങ്ങൾ വിതയ്ക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അത് മാറും. അതിന് വലിയ വെല്ലുവിളികൾ ഉയർത്താൻ കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയണം. കർണാടകയുടെ ഉപമുഖ്യമന്ത്രി നൽകിയ മുന്നറിയിപ്പ്, അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിലെ കാര്യം ആദ്യം നോക്കൂ. ഈ കർണാടകയിലെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരുണ്ട്, ഞങ്ങൾ അത് ഭംഗിയായിട്ട് നിർവഹിച്ചു കൊള്ളാം. നമ്മളൊന്ന് മനസ്സിലാക്കണം,
ഈ പറയുന്നത് പോലൊരു കോളനി അന്യായമായിട്ടാണ് ഒഴിപ്പിച്ചതെങ്കിൽ അവിടെയുള്ളവർക്ക് കോടതികളെ സമീപിക്കാം, നിയമ നടപടികളിലേക്ക് കടക്കാം, നേരത്തെ തന്നെ സ്റ്റേ വാങ്ങാം. 1 വർഷമായി ഈ ഒഴിപ്പിക്കൽ നോട്ടീസ് നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട് അവരാരും ആ സ്റ്റേ നോട്ടീസ് അല്ലെങ്കിൽ കോടതിയിൽ പോയി ഒരു സ്റ്റേ വാങ്ങിയില്ല? ഈ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? എന്തോ ഒന്ന് കേട്ടു, കൊണ്ടുപിടിച്ച് ഉടനെ അതിനകത്തൊരു രാഷ്ട്രീയം കണ്ടെത്തി. അത് ഫക്കീർ കോളനി എന്നുള്ള ഒരു പേര് കേട്ടപ്പോൾ തന്നെ അവിടെ മുസ്ലിങ്ങളാണ് കൂട്ടത്തോടെ താമസിക്കുന്നത് എന്ന് വരുത്തി എന്ന് വിചാരിച്ച് ചാടിയിറങ്ങി. നമ്മുടെ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോയ ഒരു MP ഉണ്ട്. അദ്ദേഹത്തെ മാധ്യമങ്ങളൊക്കെ ട്രോളുന്നത്, സോഷ്യൽ മീഡിയ ട്രോളുന്നത് AA റഹീം എന്നാണ്. ഞാൻ എന്തായാലും അങ്ങനെയൊന്നും പറയുന്നില്ല. റഹീം അദ്ദേഹം കൊണ്ടുപിടിച്ച് ഇന്ന് അതിരാവിലെ തന്നെ അവിടെ എത്തി. എന്നിട്ട് നേരിട്ട് കണ്ട് ദാരുണമായ കാഴ്ചകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾക്ക് മുന്നിലും വിശദീകരിച്ചു. ഏറ്റവും നിഷ്ഠൂരമായ ഒരു പ്രവൃത്തിയായിട്ടാണ് ഈ റഹീം അതിനെ വിശേഷിപ്പിച്ചത്. ഇവിടെ എന്ത് നിഷ്ഠൂരതയാണ് നടന്നത്? വർഷങ്ങളായിട്ട് കയ്യേറി താമസിച്ചിരുന്ന ഒരു പ്രദേശത്തുനിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് സർക്കാരിന് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതുണ്ട്. അവർ അത്തരത്തിൽ അത് സർക്കാരിന്റെ കൈവശമിരിക്കുന്ന പുറമ്പോക്ക് ഭൂമിയാണ്. അതിനകത്ത് കയ്യേറി നിർമ്മിതികൾ നടത്തി അവിടെ താമസിച്ചത് തന്നെ അപരാധമല്ലേ? അത് അനീതിയല്ലേ? എന്നിട്ട് എന്തിനാണ് ഇവരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്? അവരെ പുനരധിവസിപ്പിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ കർണാടക സർക്കാരിന് ഇല്ലേ? അവരത് വേണ്ടുന്ന വിധത്തിൽ തന്നെ ഭംഗിയായി ചെയ്തുകൊള്ളും. ഈ പറയുന്നത് പോലെ അവിടെ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത്. ശ്രീമാൻ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ മുസ്ലിങ്ങളെ പടിയിറക്കിയ, അവരുടെ നിർമ്മിതികൾ ഇടിച്ചു നിരത്തിയ, അവരുടെ വീടുകളിലേക്ക് ബുൾഡോസർ രാജ് നടപ്പാക്കിയ കോൺഗ്രസ് എന്നാണ്. നോക്കൂ, ഒരു മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നത് ശരിയാണോ? അദ്ദേഹം എന്തിനാണ് ഇത്തരത്തിലുള്ള ഇത് അദ്ദേഹം കൊടുത്ത ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരിക്കില്ല, അദ്ദേഹത്തിന്റെ അനുയായികൾ ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്തരത്തിലുള്ള സ്പർദ്ധ സമൂഹത്തിൽ ഉണ്ടാകുന്നത് വലിയ അപകടം ചെയ്യും. ഇത് കേവലം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, 4 വോട്ടിന് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വലിയ അപകടം. അത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണ്. അത്തരം കാര്യങ്ങളിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ചും ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവർ, ജനപ്രതിനിധികളായിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടവർ ഒക്കെ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. കാരണം ഈ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ഈ പറയുന്നത് പോലെ അവസാനം ഇത് കയ്യിൽ നിന്ന് പോയാൽ ഇത് ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനത്തെ വികാര വിഷയങ്ങളാണ് ഇതൊക്കെ. ഈ ജാതി, മതം, ഭാഷ എന്നൊക്കെ പറയുന്നത്, ഇത് വളരെ ലോലമായ ഒരു വിഷയമാണ്. ഇതിനെ വെച്ച് കളിക്കുന്നത് വലിയ അപകടമാണ്. അത്തരം രാഷ്ട്രീയ കളികൾ നമുക്ക് ഗുണമല്ല, ദോഷമാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അനേകം മലയാളികൾ ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ഈ രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന ഇത്തരം പൊറാട്ട് നാടകങ്ങൾ, ഈ രാജ്യസഭാ MP പോലുള്ളവർ നടത്തുന്ന ഈ പൊറാട്ട് നാടകങ്ങൾ നമ്മുടെ അവിടെ താമസിക്കുന്ന മലയാളി സഹോദരങ്ങളെ എത്ര ആപൽക്കരമായി ബാധിക്കും എന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? എടുത്തുചാടി കേരളത്തിൽ വിജയിക്കാൻ വേണ്ടി, കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി, തുടർഭരണം കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഈ ചോദ്യമാണ് സാധാരണക്കാർ ഇപ്പോൾ ഉയർത്തുന്നത്. ഇത് നിസ്സാര ചോദ്യമല്ല. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും, ഞാൻ ഒരാളിന്റെ മാത്രം ഒരാളിനെ മാത്രം ലാക്കാക്കി പറയുന്നതല്ല, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ് ഇതേക്കുറിച്ച്.